ഹല്ലേലൂയ, സ്തോത്രം. തിരുകരത്താൽ വഹിച്ചു എന്നെ ഇരുഹിതമ്പോ നടത്തേണമേ. തിരുകരത്താൽ വഹിച്ചു എന്നെ ഇരുഹിതമ്പോ നിങ്ങൾക്കൊരു പകൽക്കാലം കൂടി കാണുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടികളിൽ സൂക്ഷിച്ചതുപോലെ നിങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത കർത്താവിന്റെ സ്നേഹത്തിനായി കരുണയ്ക്കായി സ്തോത്രം. സഭായോഗ തിരുസന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. കടന്നു വരാൻ ആഗ്രഹിച്ച് യാത്രയിലായിരിക്കുന്നവരെ കർത്താവ് കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയങ്ങളാലും സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇടയാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുറ്റുപാടിനെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് കൃപയിൽ സൂക്ഷിക്കണമേ, ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ദിവസത്തിലായിരിക്കുന്നു, ആദ്യോടൊന്നും കർത്താവിന്റെ കൃപയിൽ സൂക്ഷിക്കണമേ. കർത്താവ് പാത്രനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി വീക്ഷിക്കുന്നു. ദയയോട് കേട്ട് ഉദ്രാവണം സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. Thank you.
പരിശുദ്ധാത്മാവിന്റെ സകല ശുശ്രൂഷകളെ നിയന്ത്രിച്ച് നടത്തുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആലോചന നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം തന്നെ സകലം നിയന്ത്രിച്ച് നടത്തുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഏവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാലത്തെ എല്ലാ ശുശ്രൂഷകളും എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം യെരൂശലേം ദേവാലയത്തിൽ ഇറങ്ങി വന്ന് അതിനെ നിറച്ച ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം എവിടെയും കടന്നു വരുവാനാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്ന് എന്നേക്കും അനന്യനാണല്ലോ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നമുക്ക് ഏവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. പോഷിപ്പിക്കാം പത്യവചനമാം ക്ഷീരത്താലെന്നെ പോഷിപ്പിക്കാം പത്യവചനമാം ക്ഷീരത്താലെന്നെ Psalms 63 जो भजन संगीता है वो 63 है. मैं आदि हिंदी में बोलूँगा, अपना अपना भाषा में जो बनाएगा. हे परमेश्वर, तू मेरा परमेश्वर है. मैं तुझे यज्ञ से ढूंढूंगा. सुखी और निरंजन उस मरुभूमि पर मेरा मन तेरा प्यासा है. मेरा शरीर तेरा आदि अभिलाषी है. इस प्रकार से मैंने पवित्र स्थान में दुष्प्रदृष्टि की कि तेरे सामर्थ और महिमा को देखूं. क्योंकि तेरी करुणा जीवन से भी उत्तम है. मैं तेरी प्रशंसा करूंगा. इसी प्रकार मैं जीवन भर तुझे धन्य करता रहूंगा और तेरे नाम लेकर अपने हाथ उठाऊंगा. मेरा जीवन माने चर्बी और चिकनी भोजन से तृप्त होगा और मैं जय जयकार करके तेरी स्तुति करूंगा. हालेलुया. समय देवते हमको महत्व पड़ता. स्तोत्रम स्तोत्रम स्तोत्रम. हमने जो अभी पढ़ा Psalm 63 verse 3 and 4. Because your steadfast love is better than life, my lips will praise you. So I will bless you as long as I live. In your name I will lift up my hands. Come on, people, lift your hands and give praises to the Lord. Oh Jesus, very महिमा हो. जब हमारे जिंदगी में जब हमारा दिल टूटता है, जब हम बहुत चीजों को लेकर नाराज होता है, तो परमेश्वर ही है जो हमारे साथ रहता है, जो हमारा हाथ थामे रहता है, जो हमें कहता है कि मैं तेरे साथ हूँ, मैं तेरे साथ हमेशा रहूंगा और मैं तुझे कभी नहीं छोड़ूंगा. Yes, Lord, we praise you, Lord. My lips shall praise you, Lord. My lips shall praise you, Jesus. Amen. झूठ कर बिखरने न देगा मुझे यीशु मसीह का प्यार, जिसने अकेला न छोड़ा मुझे. कैसा अनोखा प्यार. झूठ कर बिखरने न देगा मुझे यीशु मसीह का प्यार, जिसने अकेला न छोड़ा मुझे.
സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. आज जो हमने पढ़ा उस वचन संहिता की और हमारे ध्यान को ले आए. ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നാണ് അതിന്റെ ഹെഡിങ്ങില്. और उसके शीर्षक में इस प्रकार लिखा गया कि दाऊद की एक वचन संहिता है. അവൻ മരുഭൂമിയിലായിരുന്നപ്പോൾ ചമച്ചത് എന്ന് അതിന്റെ ഹെഡിങ്ങിൽ എഴുതിയിട്ടുണ്ട്. और उसके शीर्षक में इस प्रकार बताया गया कि वो जब मरुस्थल में था तभी उन्होंने उनके द्वारा रचित गया एक वचन संहिता है. മരുഭൂമിയിലായിരുന്നതായ സമയത്ത് പല സങ്കീർത്തനങ്ങളും ദാവീദ് എഴുതിയിട്ടുണ്ട്. और मरुस्थल में होते समय दाऊद ने कई सारे वचन संहिता को लिखा गया है. 41-ാം സങ്കീർത്തനവും 43-ാം സങ്കീർത്തനവും 63-ാം സങ്കീർത്തനവും ഒക്കെ മരുഭൂമിയിലായിരുന്ന സമയത്ത് എഴുതിയതാണ്. Psalms 41, Psalms 43, Psalms 63 ये सब जो है मरुस्थल में, मलयालम में मरुस्थल बोलते पर हिंदी बाइबल में उसे जंगल करके बताया गया है. അങ്ങനെ ആയിരുന്ന സമയത്ത് എഴുതിയ സങ്കീർത്തനമാണ്. और उस अवस्था में उन्होंने लिखा गया एक वचन संहिता है. തന്റെ മകനായ അബ്ശലോമിനെ ഭയന്ന് മരുഭൂമിയിലേക്ക് ഓടിപ്പോയപ്പോൾ ചമച്ചതായ ഒരു സങ്കീർത്തനമെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടിയ അനേകം ദേവദാസന്മാരുണ്ട് പ്രിയമുള്ളവരെ. और मरुस्थल में नहीं तो जंगल की अवस्था में जो है परमेश्वर के साथ मुलाकात किया हुआ कई सारे परमेश्वर के भक्तगण हैं. യേശു ക്രിസ്തു സ്നാനത്തിന് ശേഷം മരുഭൂമിയിലേക്ക് കടന്നു. और हम प्रभु के वचन में इस प्रकार पढ़ते हैं कि मत्ती रचित सुसमाचार में यीशु मसीह बपतिस्मा के बाद जो है मरुस्थल की ओर गए. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു മരുഭൂമിയിലായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. मत्ती का सुसमाचार 14 अध्याय उसका प्रथम वाक्य में हम इस प्रकार पढ़ते हैं कि यीशु मसीह बपतिस्मा के बाद जो है मरुस्थल की ओर गए. അതുപോലെ യോഹന്നാൻ സ്നാപകനും മരുഭൂമിയിൽ വെച്ചാണ് ശുശ്രൂഷ ആരംഭിച്ചതെന്ന് ദൈവവാക്യം നമുക്ക് മനസ്സിലാക്കാൻ और സാധിക്കും. उसी प्रकार जो है यूहन्ना बपतिस्मा करता भी मरुस्थल में ही अपनी सेवकाई की प्रारंभ नहीं तो उसकी शुरुआत किया. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യോഹന്നാന്റെ മരുഭൂമിയിലെ യാത്രയെപ്പറ്റി ശുശ്രൂഷയെപ്പറ്റി നാം വായിക്കും. അങ്ങനെ അതുപോലെ അനേക ദേവദാസന്മാര് മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. उस प्रकार कई प्रकार के परमेश्वर के दास लोग मरुस्थल की अर्थात जंगल की अवस्था से गुजरना पड़ा. ഏലിയാവിന്റെ ജീവിതത്തിലും അവൻ മരുഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടുവാനും ദൈവത്തെ അറിയുവാനും ഒക്കെ ഇടയായി. യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് കടന്നു പോകുമ്പോൾ കള്ളന്മാരാൽ അവരെ ആക്രമിച്ചതും ഈ യഹൂദ മരുഭൂമിയോട് ചേർന്നു. और एक व्यक्ति इस प्रकार यरूशलेम से लेकर यहूदा की ओर जो सफर करते समय जो है चोरों के द्वारा जो है उन्हें इस प्रकार उन्हें आक्रमण किया गया, वो भी इस मरुस्थल के अनुभव में है. സാറായിയുടെ ഹാഗാറിന്റെ ജീവിതത്തിൽ സാറായി ബുദ്ധിമുട്ടിച്ചപ്പോൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. और जो है साराई के द्वारा हागार के जीवन में भी कई परेशानी और समस्या जब होते समय वो मरुस्थल की ओर दौड़ लगाए. അവിടെ ഒരു നീറുവിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ കർത്താവോട് സംസാരിക്കുന്നതായി നാം വായിക്കും. അനേക ദൈവമക്കൾ ദേവദാസന്മാര് മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നുപോയി. और इसके लिए परमेश्वर की वचन अगर हम शुरू से लेकर आखिरी तक पढ़े तो कई सारे परमेश्वर के भक्तगण मरुस्थल की नहीं तो जंगल की अनुभवों से उन्हें गुजरना पड़ा है. ദാവീദിന്റെ ജീവിതത്തിലും മരുഭൂമിയിലായിരുന്നപ്പോൾ പറയുന്ന ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ എഴുന്നേൽക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഹൃദയം നിനക്കായി കാംക്ഷിക്കുന്നു. ദാവീദിന്റെ ജീവിതത്തില് ഒരു ഭക്തന്റെ ജീവിതത്തില് ഏകാന്തത അനുഭവിക്കുമ്പോൾ, ദുഃഖം അനുഭവിക്കുമ്പോൾ, കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ, രോഗങ്ങൾ അനുഭവിക്കുമ്പോഴൊക്കെയും അത് അവന്റെ പാപത്തിന്റെ കൂടുകൊണ്ടാണ് എന്ന് നാം ചിന്തിക്കരുത്. और एक भक्त व्यक्ति के जीवन में कष्ट, क्लेश, मुसीबत, बीमारी इस प्रकार की इत्यादि जो है समस्या वो सामना करते समय ये नहीं विचार करना है कि उनकी पाप के वजह से है. ദൈവത്തിന്റെ അല്ലെങ്കിൽ അവനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആണ് അത് മനസ്സിലാക്കാം. യോബിന്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ വളരെ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും രോഗത്തിലൂടെയും ദുഃഖത്തിലൂടെയും ഒക്കെ കടന്നുപോയ കാര്യം നമുക്കറിയാം. और हम प्रभु के वचन में अय्यूब के जीवन के बारे में पढ़ते समय में भी कई सारे कष्ट, क्लेश और बीमारी इत्यादि जो है क्लेश के द्वारा गुजरा हुआ अनुभव हम पढ़ते हैं. ഊസ് ദേശത്ത് ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. അവന്റെ കഷ്ടതകൾ വന്നു, പ്രയാസങ്ങൾ വന്നു, രോഗങ്ങൾ വന്നു, മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് और उनके जीवन में कष्ट, क्लेश और बीमारी और लगभग मृत्यु की अवस्था तक पहुंच चुका था.
നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ ഒരു പൊന്നുപോലെ കൊടുത്തു. और आयु बता दे कि अगर तू अभी भी मुझे परख ले, अभी भी मुझे तू जरा ताक दे, तो मैं जरूर एक सोने के नाई बाहर निकलेगा. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ജീവിതത്തിൽ കടന്നു വരുന്ന ശോധനകൾ അത് നമ്മുടെ മരണത്തിനല്ല, നാശത്തിനല്ല എന്ന് നമുക്ക് പറയാൻ. എല്ലാ സമ്പത്തും ചപ്പത്തും ശബളവും വേണ്ടി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. और हम प्रभु के वचन में पढ़ते हैं कि जो है उसके जीवन में जो भी है उसके लिए लाभ का सब कुछ वो त्याग दिया है, उसे कूड़ा और कचरा समझ लिया है और परमेश्वर की सेवकाई के लिए निकल पड़ा. അനേക കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളുടെയും പട്ടിണിയിലൂടെയും നിരാശയിലൂടെയും സമയം തള്ളി. और कई നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം. मैंने एक अच्छा लड़ाई लड़ा है, अपने दौड़ को पूरा किया है और विश्वास को थामा है. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. और अब जो है परमेश्वर की धार्मिकता की मुकुट मेरे लिए रखा गया है. എനിക്ക് മാത്രമല്ല എന്റെ കൂടെ പ്രിയം വെച്ച ഏവർക്കും തന്നെ. और वो ദീർഘവർഷങ്ങൾ കർത്താവിന്റെ വയൽപ്രദേശത്ത് അധ്വാനിച്ച് അനേക ദൈവമക്കളെ സമ്പാദിച്ച് സഭകൾ സ്ഥാപിച്ച ഒരു ദൈവദാസൻ അവസാനം പറയുകയാണ്, ഈ കർപ്പൂസിന്റെ പക്കൽ വെച്ചിരിക്കുന്ന ആ പുതപ്പ് എടുത്തുകൊണ്ട് വരണം. और जो है ഭാഷ നിങ്ങളോട് ചോദിക്കട്ടെ, अपने हृदय की भाषा से एक सवाल करना चाहूँ. മഹാനായ അശോക ചക്രവർത്തി എന്ന പേര് ആണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ വിശുദ്ധനായ പൗലോസ് എന്ന പേരാണോ ഇഷ്ടം? क्या हम പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മൾ ഈ ലോകത്തിൽ എന്ത് നേടിയാലും ഒരു നിമിഷം ഇതെല്ലാം വിട്ടിട്ട് പോകേണ്ടി വരും. और ये मेरे प्रियो, इस संसार में चाहे हम कितना भी नाम और शोहरत कमा भी ले, पर एक पल में भी सब कुछ छोड़कर त्याग कर हमें यहाँ से चले जाना है. വിശുദ്ധനായ പൗലോസ് എന്ന പേര് യോഗ്യരായി തീരുവാൻ, അല്ലെങ്കിൽ ആ പേര് വിശുദ്ധിയോടെ ജീവൻ നയിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്കിടയാകട്ടെ. और जैसे पौलुस को परमेश्वर के द्वारा नहीं तो परमेश्वर लोग के द्वारा नाम गिरा है पवित्र जो है पौलुस करके, उसी प्रकार परमेश्वर हमें भी गवाही दे. हमारे जीवन को देखते हुए प्रभु हमें भी इस प्रकार गवाही देने लायक अपने जीवन को बिताने पाए. ശേഷിക്കുന്ന നമ്മുടെ ആയുസ് വിശുദ്ധമായ ജീവൻ നയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. हमारे आगे की बचा हुआ जिंदगी जो है आयु परमेश्वर को प्रसन्न योग्य जीवन बिताते हुए जो है परमेश्वर के लिए जीवन बिताने के लिए हम अपने आप को समर्पित करें. തുടർന്നുള്ളതായ സമയം കുഞ്ഞുങ്ങൾക്ക് സാക്ഷ്യം പറയണം. आगे के समय बच्चों को गवाही के समय है. എല്ലാവരും എഴുന്നേറ്റ് സാക്ഷ്യം. We wanna see Jesus lifted high. We wanna see. We wanna see. We wanna see Jesus lifted high. We wanna see Jesus lifted high. A banner that flies across the land. And all might see the truth and know He is the way to heaven. We wanna see. We wanna see. We wanna see Jesus lifted high. We wanna see. We wanna see. We wanna see Jesus lifted. അടുത്ത സമയത്ത് അല്പ വചന ശുശ്രൂഷയ്ക്കായി പ്രിയ അജീബ് ബാബുചന്ദ്രനെ ദൈവനാമത്തിലെ ക്ഷണിക്കുന്നു. പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के अति पवित्र नाम की महिमा पाए. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എന്റെ ജീവിതത്തിൽ നൽകി തന്ന അവസരത്തിനായി ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊള്ളും. और एक 1 തിമോഥെയോസ് 6-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം और यीशु मसीह मृत्यु से जी उठकर स्वर्ग की ओर जाने के बाद അല്പകാലങ്ങൾ അപ്പോസ്തലന്മാർ വിവിധ ദേശങ്ങളിൽ സുവിശേഷം അറിയിച്ച് और थोड़े समय तक प्रेरित लोग ने कुछ देशों में सुसमाचार को फैलाते हुए ദൈവസഭകളെ സ്ഥാപിച്ചപ്പോൾ और परमेश्वर की कलीसियाओं को जब स्थापना किया, ദൈവസഭസോസ് എന്ന് പറയുന്ന ഒരു ദൈവസഭ ഉണ്ടായി. और उसके दौरान उस सेवकाई के दौरान एफेसोस नामक एक कलीसिया की स्थापना हुआ. എന്നാൽ ചുരുക്കം ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ, पर कुछ समय बीतने के बाद, നീണ്ട വർഷങ്ങൾ കഴിഞ്ഞില്ല, और लंबा समय नहीं हुआ है, അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ और कलीसिया की स्थापना हुआ कुछ समय
समय बीतने के ആ സഭയിലുള്ളതായ അവസ്ഥകൾ മാറുവാൻ തുടങ്ങി. अब उस कलीसिया की शुरुआत की अवस्था हटकर अब कुछ और बदल चुका है। അതുകൊണ്ടാണ് യോഹന്നാൻ ഇപ്രകാരം എഴുതി തീർന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറയുമ്പോൾ നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. और इसके लिए प्रकाशित वाक्य में 2 अध्याय में इस प्रकार एफेसोस की कलीसिया को वाणी देते समय उनके बारे में कमी बताते कि आपकी पहला प्रेम जो है आपसे नष्ट हो चुका, आपने खो दिया। യേശു അവിടെ കാണുന്നത് ന്യായ പ്രമാണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. और हमें देखते हैं कि जो है व्यवस्था की बातों को अपने मन मर्जी के हिसाब से उसे समझने और उसकी वर्णन करने लगा। അതുകൊണ്ട് പൗലോസ് പറയുന്നു 1-ാം അധ്യായത്തിൽ പാപികളെ രക്ഷിക്കുവാൻ കടന്നു വന്ന ക്രിസ്തുവിനെ അവിടെ കാണിക്കുന്നു. और इसके लिए पहले अध्याय में प्रेरित पौलुस पापियों को बचाने के लिए, पापियों को छुड़ाने के लिए आया हुआ मसीह को वहां पर प्रकट करते हैं। 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ അവരുടെ വസ്ത്രധാരണത്തിന് വ്യത്യാസം വന്നു. और दूसरे अध्याय में उनकी वस्त्र धारण में एक जो फर्क दिखाई दिया है। ക്രിസ്തുവിനെ മധ്യസ്ഥനായ ക്രിസ്തുവിനെ തിമോത്തിയോസിനെ കാണിക്കുകയാണ്. और मध्यस्थक मसीह को जो है तिमोथियोस को प्रकट करते हैं। 3-ാം അധ്യായത്തിൽ ലീഡർഷിപ്പിൽ വ്യത്യാസം വന്നു. और तीसरे अध्याय में नेतृत्व में एक फर्क आ चुका है। അവരുടെ വിചാരങ്ങൾ വേറെയായി. और उनके विचारधारा में एक बदलावट हुआ है। പൗലോസ് തിമോത്തിയോസിന് പറയുകയാണ് 3-ാം അധ്യായത്തിൽ ഒരു അപ്പോസ്തലൻ, ഒരു മധ്യസ്ഥൻ, ഒരു മൂപ്പൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് സഭയെ പഠിപ്പിക്കുകയാണ്. तीसरे अध्याय में प्रेरित पौलुस इस प्रकार कलीसिया में एक प्राचीन व्यक्ति जो है किस रीति में होना है ये बताते हैं। 4-ാം അധ്യായത്തിൽ വന്നപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം വചനം പഠിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടാണ്. और 4th अध्याय में देखते हैं कि जो है वचन को अपने रीति से तोड़ मरोड़ कर सिखाने वाले अनुभव तक लोग आ चुके हैं। അവിടെ പറയുന്ന ഭക്തികെട്ട കിഴവി കഥകളെ പറഞ്ഞ് ആരാധന സമയങ്ങൾ വേസ്റ്റ് ആക്കുന്നു. और वहां पर ये बताते कि जो है अधर्म की जो है इस प्रकार की गलत बातों को, नहीं तो पुरानी कहानियों को बताते हुए जो है संगति की समय को बर्बाद कर देते हैं। പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് വചനത്തിൽ വളർന്ന് നല്ലൊരു ശുശ്രൂഷക്കാരനായി തീരുക. और प्रेरित पौलुस तिमोथियोस को ये बताते कि वचन में आप बढ़कर एक अच्छा सुसमाचार करता बनना है। 5-ാം അധ്യായത്തിൽ പറഞ്ഞു സൽപ്രവർത്തികളിൽ മാതൃകയുള്ളവരായി ജീവിക്കുക. और 5वें अध्याय में बताते कि आप भले कामों में एक नमूनाधारी जीवन बिताना। 6-ാം അധ്യായം വന്നപ്പോൾ പൗലോസ് തിമോത്തിയോസിന് പറയുകയാണ് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടുക. और 6वें अध्याय में प्रेरित पौलुस तिमोथियोस को पत्री लिखते समय बताते कि हे आसुस जो परमेश्वर की संतान, इस प्रकार की अधर्म की बातों को छोड़ते हुए परमेश्वर की ओर दौड़ लगाना है। ദൈവത്തിന്റെ മനുഷ്യനെന്ന് വേദപുസ്തകത്തിൽ ഒത്തിരി പേരെ ഒന്നും വിളിച്ചില്ല, കുറച്ചുപേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. परमेश्वर ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ള മോശയാണ്. ദൈവപുരുഷനായ മോശ എന്നാണ് ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത്. और परमेश्वर का पुरुष मूसा, नहीं तो परमेश्वर का प्रिय पुरुष मूसा कर सबसे अधिक संबोधित किया हुआ मूसा को ही। നമ്മൾ ചെന്നപ്പോ ദൈവശബ്ദം കേട്ടു. और जब उस झाड़ी के करीब पहुंचा तो उन्हें एक बात सुनाई दी, परमेश्वर की वाणी सुनाई पड़ा। പറഞ്ഞ ശബ്ദം എന്തായിരുന്നു? और उनसे उन्हें क्या वाणी सुनाई दिया? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. और जिस स्थान पर तू खड़े है वो पवित्र है, इस वजह से अपने पैरों से जूता निकालना है। നമ്മള് കുനിഞ്ഞ ചെരുപ്പ് അഴിച്ചു. और मूसा के बारे में पढ़ते कि वो झुककर अपने जूता की वार उतारा। ദൈവസനയിൽ കടന്നു വന്നാൽ ദൈവസനയിൽ കുനിഞ്ഞ താഴ്മയോടെ ഇരിക്കാൻ പഠിക്കണം. और परमेश्वर की उपस्थिति में जब आते समय हम झुककर परमेश्वर की उपस्थिति में नम्रता के साथ हमें होना है। 2 അഴിച്ച ചെരുപ്പ് മുമ്പോട്ടല്ല എറിയേണ്ട, പുറകിലോട്ട് കളയണം. और जो उतारा हुआ जूता जो है आगे की ओर नहीं फेंकना, बल्कि उसे पीछे की ओर रखना। കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടന്ന ചില വഴികൾ ഉണ്ടായിരുന്നു. और पिछले सालों में, पिछले दिनों में हमने गुजर कर चल कर आया कुछ मार्ग हमारे ഈ ചെരുപ്പ് നമ്മളെ പല വഴികളിൽ കൊണ്ടുപോയതായിരുന്നു. और इस जूते ने हमें कई सारे मार्गों से ले चला है। എന്നാൽ ദൈവശബ്ദം കേൾക്കുന്നുണ്ട് ഈ ചെരുപ്പിനി നമ്മുടെ കാലിൽ കാണാൻ പാടില്ല. और जब मूसा के मृत्यु में उन्हें दफनाई करने के लिए कोई मनुष्य की हाथ नहीं, बल्कि स्वर्गदूत उतर कर आकर उसकी दफनाई की सेवकाई की। നല്ലൊരു ശവസംസ്കാരം കിട്ടണമെങ്കിൽ പോലും ദൈവത്തെ അനുസരിച്ചെങ്കിലേ പറ്റൂ. और एक अच्छा जो है विदाई की सेवकाई, दफनाई की सेवकाई भी अगर हम अपने जीवन में प्राप्त करना है तो प्रभु की वचन बताते हैं कि हम उसकी आज्ञाओं को पालन करते हुए जीवन बिताना है। അടുത്ത സഭയിലെ വാക്ക് കേട്ടപ്പോൾ ഏലിയ ഓടിപ്പോയത് और इस्राएल के शब्द सुनकर एलिया ने जो दौड़ लगाया है, ഈ ഇസബേലിനെ പേടിച്ചിട്ടല്ല, और इस्राएल से डरकर नहीं, എന്നാൽ ഈ പ്രവാചകന്മാരെ പിടിച്ചു കൊടുത്ത
ഇസ്രായേലിലെ ബാക്കിയുള്ള ജനങ്ങളുണ്ട്. और इस झूठे भविष्यवक्ताओं को पकड़कर दिया हुआ इस्राएल के बाकी लोग हैं। അവര് പിടിച്ച് ഏലിയാവിനെ ഇസബേലിന്റെ കൈ കൊടുക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഏലിയാവ് ഓടിപ്പോയത്. और ये लोग അല്പസമയം മുമ്പ് ശുശ്രൂഷയ്ക്ക് ഏലിയാവിനോട് കൂടെ നിന്നവരാണ് ഇവര്. और थोड़े समय पहले तक जो है सेवकाई में एलिया के साथ खड़े रहा हुआ लोग है ये लोग। ഏലിയാവിന്റെ യാഗപീഠത്തിന് വെള്ളം ഒഴിക്കാൻ കൂടെ നിന്നവരാണ്. और एलिया की उस बलिवेदी में पानी डालने के लिए जो है उनके वाणी के अनुसार पानी डालने के लिए एलिया के साथ खड़ा रहा हुआ लोग है। ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരുടെ പേരിനൊത്തവണ്ണം 12 കല്ലെടുത്ത് അടുക്കുവാൻ हेल्प ചെയ്തവരാണ്. और उनके बलिवेदी के चारों ओर गोत्र पिताओं के नाम के अनुसार जो है 12 पत्थर जो इंतजाम करने के लिए भी इन्होंने मदद किया है। ഈ യാഗപീഠത്തിൽ വിറകടക്കുവാനെ കൊണ്ട് ഇവരാണ് സഹായിച്ചത്. और इस बलिवेदी में जो है लकड़ी चढ़ाने के लिए भी इन्हीं लोगों ने मदद किया। എന്നാൽ ഇസബേലിന്റെ വാക്ക് വന്നപ്പോൾ അവര് പേടിച്ചു. അവര് രാജാവിന്റെ പക്ഷത്തേക്ക് മാറിയപ്പോൾ ഏലിയാവിന് മനസ്സിലായി ഇനി ഇവിടെ നിന്നാലെ കൊണ്ട് ഇവര് തന്നെ എന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കും. മറ്റൊരാളാണ് ദാവീദിനെ കുറിച്ച് നാം പറയുന്നു. ദൈവപുരുഷനായ ദാവീദ് എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ദാവീദ് ഇപ്രകാരം പറയുന്നു, തങ്ങൾ രണ്ടുപേരും ഒരു ഗുഹയിൽ വന്നപ്പോൾ ദാവീദ് ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിന്റെ അഭിഷേകത്തിന്മേൽ എന്റെ കരം നീട്ടുവാൻ ഇടയാക്കരുത്. പ്രിയ ദൈവജനമേ, യഹോവ ഒരുത്തരെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ മേൽ അഭിഷേകമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുവാനുള്ള കാരണം നമ്മുടേതല്ല. ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്തുകൊള്ളും. അവരുടെ നേരെ കൈ നീട്ടുവാൻ ദൈവജനത്തിന് വ്യവസ്ഥയില്ല. और हे मेरे प्रियो, परमेश्वर की वचन अच्छे रीति से साफ रीति से बताते कि अगर एक व्यक्ति को परमेश्वर ने अभिषेक दिया है तो उनके अंदर अभिषेक है कि नहीं, इसकी माप लगाने की जो जिम्मेदारी परमेश्वर ने हमें दिया नहीं है, उसकी जिम्मेदारी प्रभु के हाथों में है। അങ്ങനെ ദൈവം പറയുകയാണ്, 2 കൊരിന്ത്യർ ലേഖനം നാം പഠിക്കുമ്പോൾ തിമോഥെയോസും ഈ വിധമായ പലവിധമായ രീതികളിൽ കൂടെ കടന്നു വന്ന് ദൈവവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. പറയുകയാണ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. और इसके लिए प्रेरित पौलुस ने इस प्रकार संबोधित करते हैं, तू तो परमेश्वर का जन, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. और तू तो परमेश्वर का जन। അപ്പൊ ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ അല്ലാത്ത മനുഷ്യരും ഉണ്ടല്ലോ. अगर परमेश्वर का जन है तो दुनियादारी लोग भी है ഉണ്ടല്ലോ. യൂദായുടെ ലേഖനം 17-18 വാക്യത്തിൽ അവരെ കുറിച്ച് പറയുന്നത്, അവർ ഭക്തി കെട്ടവർ, പരിഹാസികൾ, ഭിന്നത ഉണ്ടാക്കുന്നവർ, ആത്മാവില്ലാത്തവർ. यूदा की पत्री उसका 17 और 18 वाक्य में भी ये देखते कि जो है वो भक्ति के लोग हैं और कलीसिया के अंदर टूट फूट करने वाले लोग हैं और अधर्म की कार्य करने वाले लोग। അവരെവിടെ കിടക്കുന്നു എന്നതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവരോ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. അവരുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളായിട്ട് തന്നെയാണ് ജഡിക മനുഷ്യനെ കാണിക്കുന്നത്. ഇത് പുറത്തുള്ള മനുഷ്യനല്ല, അകത്തുള്ളവനെ ആ പറയുന്നത്. ഭിന്നത ഉണ്ടാക്കുന്നവൻ, കലഹമുണ്ടാക്കുന്നവർ, അസൂയക്കാർ, പരിഹസിക്കുന്നവർ, അവരെ പറയുന്ന പേരാണ് ജഡിക മനുഷ്യൻ. और जो है വ്യത്യാസം എന്തുവാ? अरे दोनों का फर्क क्या है? ജഡത്തിന്റെ പ്രവൃത്തി ആത്മാവിന്റെ ഫലവും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? और शरीर की काम और आत्मा की फल के अंदर क्या है? എന്ത് ചെയ്യുന്നു അതാണ് ജഡത്തിന്റെ പ്രവൃത്തി. और हम जो करते हैं वो शरीर का कार्य है. എന്നാൽ 22-ാം വാക്യത്തിൽ പറയുന്ന ആത്മാവിന്റെ ഫലം. और 22वें वाक्य में बताते कि आत्मा की फल। ഫലം എങ്ങനെ വരുന്നത്? और फल किस प्रकार होते हैं? ഒരു ചെടി നമ്മൾ നട്ടാൽ, अगर एक पौधे को अगर हम जो जमीन में लगा दे, ചെടി നട്ടാൽ ആദ്യം അത് വേരിറങ്ങും. और पौधा अगर लगा दे तो सबसे पहला, नहीं तो बीज बो दे तो सबसे पहला उसकी जड़ निकलते हैं, അത് കിളിച്ചു തുടങ്ങും. और वो धीरे धीरे उगने लगते हैं. കുറച്ച് വളർന്നു കഴിയുമ്പോൾ അതിന്റെ വേര് താഴോട്ട് ഇറങ്ങുമ്പോൾ ഇത് മേപ്പോട്ട് വളരും. और उगने के बाद अभी वो बढ़ने लगते समय उसकी जड़ जो है और भी जमीन की ओर, नीचे की ओर उतरते हैं और ये ऊपर की ओर बढ़ते हैं. ചില നാളുകൾ കഴിയുമ്പോൾ അതിൽ ഫലമുണ്ടാകും. और कुछ समय बीतने के बाद ये बड़े वृक्ष बनकर अब इसके अंदर फल आने लगते हैं. പക്ഷേ ഇന്നത്തെ പലതും കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അഹരോന്റെ വടി പോലെയാണ്. पर आजकल के बहुत सारी चीजों को देखते समय हमें हेरोन की लाठी के समान लगते हैं. ഒറ്റ രാത്രി കൊണ്ട് രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, പിറ്റേന്ന് തന്നെ പാസ്റ്റർ ആകുന്നു, സുവിശേഷ പ്രവർത്തനമാണ്. और एक ही रात में जो है मन फिरा लेते हैं, बपतिस्मा ले लेते हैं और पवित्र आत्मा को प्राप्त कर लेते हैं, अगले दिन ही पासवान बन जाते हैं. അടുത്ത ദിവസത്തെ അവരുടെ
പേര് അപ്പോസ്തലൻ എന്നാണ്. और अगले दिन उनका नाम जो है बदल कर जो प्रेरित करके भी गिर जाते हैं. ഈ ഫലം ഉണ്ടാകണമെങ്കിൽ പേര് അടിക്കോട്ട് ഇറങ്ങണം. और परमेश्वर की वचन में बताया गया उस फल होना है तो हमारी जड़ जो है नीचे की ओर उतरना जरूरी പക്ഷേ है. ഇന്നത്തെ കാണുമ്പോൾ അഹരോന്റെ വടിയാണോ എന്ന് നമ്മൾ സംശയിച്ചു. पर आजकल दिखाई देने वाले आत्मिक दुनिया के इन बातों को देखते समय हमें ये बात भी विचार करना है, क्या ये अरोन की लाठी के समान एक ही दिन में एक ही रात में फलवंत हुआ उस लाठी के बराबर है कि नहीं? നാം ഈ ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കുക? और इन दिनों में हम किस प्रकार होना है, जरा हम अपने आप को നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, और प्रभु के वचन में बता दे कि तुम तो परमेश्वर का जन, ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായി, और परमेश्वर की उसमें बड़े नम्र भावना के साथ ദൈവിക കൃപകളെ പ്രാപിപ്പാൻ മലകളിൽ കയറുന്നവരായി, और परमेश्वर की जो है वरदानों को प्राप्त करने के लिए बड़े बड़े ऊंचाइयों की चट्टान में चढ़ने वाले, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നവരായി, और परमेश्वर की वाणी की आज्ञाकारी होते हुए പൗലോസിനെ പോലെ നമുക്ക് ഈ ദിവസങ്ങൾ പറയാൻ സാധിക്കണം, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടുക. നിഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാണിയാരെ യഹോവയെ മനസ്സലിനുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. പിതാവായ പുത്രന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ സ്നേഹവും നമ്മെ ആശ്വസിച്ചു വരുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും എപ്പോഴും ഇപ്പോഴുണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ നമുക്ക് ചെയ്യുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷം, എല്ലാവർക്കും സന്തോഷത്തോടെ